ശ്രീ ശശിധരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി നമുക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞ് പെൺകുട്ടി മരിച്ചുപോയതിന് പരിഹാരം എന്താണ് എന്ന് നമുക്കറിയില്ല. എന്താണ് ആ കുടുംബത്തോട് പറയേണ്ടത് എന്നറിയില്ല. പരാതി കൊടുത്തിട്ടുണ്ട് കുടുംബം. ശ്രീ ശശിധരൻ, അങ്ങേക്ക് കേൾക്കാമല്ലോ. തെരുവ് നായ പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് എത്ര വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, എത്ര പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊരു നഷ്ടം വരും, അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്നൊന്നും നമ്മൾ ആരും വിചാരിക്കില്ല. അങ്ങനെയൊന്നും നമുക്ക് സംഭവിക്കുന്നത് വരെ അങ്ങനെ വിചാരിക്കില്ല. നമ്മുടെ വീടിന് മുന്നിൽ തെരുവ് നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ അവ നമുക്കൊരു ഭീഷണി ഉണ്ടാക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കും എന്നും നമ്മൾ വിചാരിക്കില്ല. ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിന് ശേഷമെങ്കിലും അവിടെ അതിനെതിരായ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? തുടർ ഭീഷണി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നിലവിലെ കുട്ടി മരിച്ചതിന് ശേഷം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയുന്നത്, ഇപ്പം ഭാഗ്യലക്ഷ്മിയെ കടിച്ചത് തെരുവുനായല്ല, വളർത്തുനായാണ്. ഇത് ഏതായാലും ഇത് തന്നെ. പക്ഷേ ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, അതിനെ കുഞ്ഞിനെ കടിച്ചതും പേയുള്ള വളർത്തുനായാണ് കുട്ടിയെ കടിച്ചത്. കേൾക്കാമോ അങ്ങേക്ക്? ഈ പ്രശ്നമുണ്ടായതിനു ശേഷവും അവിടെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇട്ട് വളർത്തുന്ന നായ്ക്ക് പേവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് സംബന്ധിച്ച പരിശോധനകളോ മറ്റോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പേവിഷബാധ ഉണ്ടായത്, എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയോ മറ്റോ ഉണ്ടായോ? അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഈ പട്ടിയെ അവർ പിടിച്ച് കെട്ടിയിട്ട് വളർത്തുന്ന പട്ടിയായിരുന്നാണ് പറയുന്നത്. ഇത് സ്കൂളിൽ പോകാനായിട്ട് കുട്ടി കഴിഞ്ഞ ഡിസംബർ 13 രാവിലെ സ്കൂളിൽ ബസ് വരുന്ന 7:45 സമയത്തോടു കൂടി ബസ് വരുന്ന സമയത്ത് സ്കൂളിൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ ഈ പട്ടിയെ ആ സമയത്ത് രാവിലെ അഴിച്ചു വിട്ട് ആ സമയത്ത് പട്ടി റോഡിലിറങ്ങി കാത്തു നിന്ന ഈ കുട്ടിയെ കടിക്കാനുണ്ടായത്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല ഫസ്റ്റ് എയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ അന്നേരം പട്ടിക്ക് പേ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ട് കുട്ടിയെ പഠിച്ച് ഈ 13 തീയതി അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം 13 തീയതി കഴിഞ്ഞ് പിന്നെ 17 തീയതിയാണ് ഈ പട്ടിക്ക് പേ സ്ഥിരീകരിക്കുന്നതും പട്ടി ചാകുന്നതും. ഇപ്പോൾ ചത്തതിന് ശേഷം പട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരുവല്ലയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിന് പേ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ ഇതിനിടയ്ക്ക് 13 തീയതി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് 16 തീയതി ഞങ്ങൾ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു. അന്ന് 16 തീയതി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷവും പട്ടിക്ക് പേ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം 17 തീയതിയാണ് പേ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. അന്നേരം തന്നെ ആശുപത്രി വിളിച്ച് ഡോക്ടറോട് വിവരം പറഞ്ഞ് ഇങ്ങനെ പട്ടി ചത്ത് പോയിട്ടുണ്ട്, അതിന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പേ വിഷാദം ഉള്ളതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു. അത് സാരമില്ല, ഇഞ്ചക്ഷൻ നിങ്ങൾ 4 ഇഞ്ചക്ഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 17 തീയതി 20 തീയതി പിന്നെ ലാസ്റ്റ് ഡോസ് എടുത്തത് കഴിഞ്ഞ ജനുവരി 8 തീയതി. അങ്ങനെ 4 ഡോസും ഞങ്ങൾ കംപ്ലീറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ഏപ്രിൽ 2 തീയതി കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാകുന്നതും ഇങ്ങനെ പിന്നെ ആശുപത്രി കൊണ്ടുവന്ന് വയ്യാതെ വരുന്നതൊക്കെ. ഈ സമയത്തിനുള്ളിൽ ഇവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ അടുത്തും ഇവിടുത്തെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടിയായിരുന്ന ഈ മിനി സോമരാൻ എന്ന് പറയുന്ന അവരുടെ അടുത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വിവരങ്ങൾ. കുട്ടിയെ ഇങ്ങനെ പട്ടി കടിച്ചിട്ടുണ്ട്, പഠിച്ചപ്പോഴേ പേ സ്ഥിരീകരിച്ചിട്ടും ഇല്ലായിരുന്ന ആ സമയത്ത് 17 തീയതിയാണ് പട്ടിക്ക് സ്ഥിരീകരിച്ചത്. ആ വിവരം രണ്ടാമത് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുത്തു. ആദ്യം ഇങ്ങനെ ഇത്ര 55 കുഞ്ഞിനെ പട്ടി കടിച്ച് സ്കൂളിൽ പോകാൻ നേരെ കാത്തിരിക്കുന്ന സമയത്താണ് പട്ടി കടിച്ചത്. അത് ഞാൻ ആ പരാതി തന്നുണ്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം, അത് അങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം 3 ദിവസം കഴിഞ്ഞ് പിന്നെ 17 തീയതിയാണ് പട്ടി ചാകുന്നത്. അന്നേരം ഞാൻ ഈ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഈ കുട്ടിക്ക് കടിച്ച പട്ടിക്ക് പേ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതിന് നമുക്കൊരു ബോധവൽക്കരണം ഇവിടെ നടത്തണം. ഇങ്ങനെ ഒന്നുമില്ലേ ഇനിയല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. പല കുട്ടികളും ഇടവഴികളിലൂടെ പോയിട്ടാണ് സ്കൂളിൽ പോകുന്നത് എടുക്കുന്നതൊക്കെ. അപ്പം ഇതിനൊരു ബോധവൽക്കരണം ചെയ്തുകൊണ്ട് ഇനി ഇങ്ങനെ പട്ടി കൊടുക്കുക, ഇനി ഈ ഇഞ്ചക്ഷൻ ഒരു പ്രത്യേക ഒരു കാര്യം, ഈ പട്ടിക്ക് ഇവർ ഇഞ്ചക്ഷൻ എടുത്തിരുന്നില്ല. ഈ 13 തീയതി പട്ടി പഠിക്കുന്ന സമയത്തും 5 തീയതി
ഇവിടെ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്ത് പഞ്ചായത്തിൻ്റെ വകയായിട്ട് വണ്ടിയിൽ വിളിച്ച് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് പറഞ്ഞ് നടന്ന് എടുത്തൊരു ഇവിടെ ഒരു നഴ്സറിയിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നഴ്സറിയിൽ അവർ കൊണ്ടുപോയി എല്ലാവരും പട്ടിയെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് മൈക്കിൽ അനൗൺസ്മെൻറ്റ് നടത്തി. അവരന്തരം അതിനെ കൊണ്ടുപോയില്ല. ഈ 5-ാം തീയതി കൊണ്ടുപോയില്ല. അതിനുശേഷം ഈ 13-ാം തീയതി ഈ കുട്ടിയെ ഇതിനെ അന്നേരം അവർ അങ്കലാപ്പെട്ട് അവരും പറഞ്ഞു, അയ്യോ കുഞ്ഞിനെന്തെങ്കിലും പറ്റായിരുന്നാൽ മതി, ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ അവരും നമ്മളോട് തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ഇഞ്ചക്ഷൻ എടുത്തിട്ടുമില്ല, അതിനുള്ള ലൈസൻസും ഇല്ല. പിന്നെ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിന് പട്ടിക്ക് ആരുടെ വീഴ്ചയാണെങ്കിലും വ്യക്തിപരമായ വീഴ്ചയാണെങ്കിലും സംവിധാനത്തിന്റെ വീഴ്ചയാണെങ്കിലും നഷ്ടപ്പെടുന്ന ജീവനുകൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ഈ നായെ നോക്കി വളർത്തുന്നവരോ അതിൽ വീഴ്ച വരുത്തുന്നവർക്കോ സമൂഹത്തിനോ പഞ്ചായത്തിനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിരന്തരം ജീവനുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്.